ഹലോ രാവിലെ 8:30 സമയം. നല്ല മഴ. ഇന്ന് അച്ചുവാണ് നേരത്തെ എണീറ്റത്. ഇന്നലെ രാത്രി കിടക്കാൻ നേരം കുറേ ലേറ്റായി. 11 മണി കഴിഞ്ഞാണ് കിടന്നത്. അപ്പോൾ എണീക്കാൻ ഞാൻ കുറച്ച് ലേറ്റായി. ഇന്നൊരു സ്ലോ ഡേ ആണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത, ധൃതിയൊന്നും ഇല്ലാത്തൊരു സാധാ ദിവസം. അച്ചു രാവിലെ ഗ്രീൻ ടീ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രീൻ ടീയുടെ കൂടെ കഴിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും സ്നാക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വെളിയിൽ പോവുക. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വടാപ്പാവ് ആയിക്കോട്ടെ എന്ന്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് വടാപ്പാവ് കഴിച്ചിട്ടില്ലല്ലോ. മഹാരാഷ്ട്രയുടെ ഫേമസ് ആയിട്ടുള്ള വടാപ്പാവ് കഴിക്കാതെ പോയാൽ മോശമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വടാപ്പാവ് വാങ്ങിയിട്ട് വരാൻ. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണ് സർപ്രൈസ്? വടാപ്പാവായിരിക്കും അല്ലേ? എന്താണത് എനിക്കറിയില്ലല്ലോ. പോത്ത് കട്ട്ലറ്റ്. അല്ല ചർച്ചിന് ഓപ്പോസിറ്റ് അവിടെ എഴുതി വെച്ചിരിക്കുന്നില്ലേ, അവിടെ നല്ല അച്ഛന് അന്നേരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അച്ഛന് ഗരമാണോ? പോയില്ലല്ലോ നമ്മള്. ഇവിടെ പള്ളിയുടെ ഓപ്പോസിറ്റ്. ചിക്കൻ പഫ്. നമ്മളകത്തോട്ട് കയറി നോക്കിയില്ല, നല്ലോണം നോക്കിയില്ല. വേറെ ഒന്നും ഉണ്ട്. മുട്ടപ്പപ്സ്. മുട്ടപ്പപ്സ് ഉണ്ട്. സെയിം തന്നെയല്ലേ കഴിക്കാതെ ഞാൻ. ഗ്രീൻ ടീ. ഇവിടെ ലൈറ്റ് ഇല്ലേ? ഈ വശത്തോട്ട് മുട്ടപ്പഫല്ലേ? അച്ചുവിൻ്റെ വക നല്ല അടിപൊളി ഗ്രീൻ ടീയും സ്നാക്കുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു പള്ളിയിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു കൊച്ചു കടയുണ്ട്, ചായക്കട. അവിടുത്തെ ചില്ലുകൂട്ടിൽ സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത്. മുട്ട പപ്സും പിന്നെ ചിക്കൻ പപ്സും കട്ട്ലേറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുട്ട പപ്സിനൊക്കെ നല്ല ഉള്ളിയൊക്കെ നല്ല വയറ്റിയിട്ടാണ് വെക്കുന്നത്. അത്രയ്ക്കൊന്നും വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചിക്കൻ പഫ്സും കൊള്ളായിരുന്നു. എല്ലാത്തിൻ്റെയും സ്റ്റഫിങ് കുറച്ച് പിശുക്കിയാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ അത്രയേ ഉള്ളൂ. നാട്ടിൻ്റെ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും ഇവിടെ വന്ന് കഴിച്ചപ്പോൾ ഒരു സ്പെഷ്യൽ ആണ് സംഭവം. സ്നാക്കൊക്കെ കഴിച്ച് ടി വി കണ്ട് കുറച്ച് നേരം ഇരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ മലയാള ചാനലുകളൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ ന്യൂസ് ചാനലൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ മിക്കവാറും കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ വീട്ടിലാണെങ്കിൽ കാണുന്നത് ഉപ്പും മുളകും ആണ്. പക്ഷെ അതിവിടെ കിട്ടുന്നില്ല. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറിമായാണ്. പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ കാണാൻ പറ്റും, ഇവിടുത്തെ ഹിന്ദി സോങ്സൊക്കെ. അതൊക്കെയാണ് മെയിനായിട്ടും കാണുന്നത്. അപ്പം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇനി പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇന്നില്ല. എവിടെയെങ്കിലുമൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണം, അത്രയേ ഉള്ളൂ. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് കാണാം, റെഡി ആയിട്ട് കാണാം.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ഇറങ്ങുവാണ്. സമയം ഇപ്പോൾ 12 മണിയായി. നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എപ്പോഴേ ദഹിച്ചു. അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. നല്ല വെയിലുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് വിനായക് ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അധികം ദൂരമില്ല, ഇവിടെ അടുത്താണ്. ദേ ഈ കാണുന്നതാണ് ആ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ സമയം 12:40 ആയതേ ഉള്ളൂ. എന്നിട്ട് അത്യാവശ്യം ആളുകളുണ്ട്. കുറേ കഴിയുമ്പോൾ ഇനിയും തിരക്കാകുമായിരിക്കും. ഞങ്ങൾ 2 ഫിഷ് താലിയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫിഷ് താലി ദേ ഇവിടെ വന്നിട്ടുണ്ട്. ഫിഷ് താലിയിൽ ചോറ്, കൊഞ്ച് കറി, ഞണ്ട് കറി, കക്കക്കറി, പിന്നെ ഒരു വെജ് തോരൻ ഉണ്ടായിരുന്നു, ഉണക്ക കൊഞ്ചിൻ്റെ ഒരു പീര, സലാഡ്, അച്ചാറ്, പിന്നെ മീൻ വറുത്തത്. ഇത്രയായിരുന്നു ഇതിനകത്തുള്ളത്. അപ്പോൾ ഫുഡിൻ്റെ ഫീഡ്ബാക്ക് പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ കടയ്ക്കൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 1 സ്റ്റാർ കൊടുക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങളിവിടെ വന്നപ്പോഴാണെങ്കിൽ ഇവരോട് ഫിഷ് താലിയുടെ ഏതൊക്കെ ഫിഷ് താലീസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഈ ഗോവയിലെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും പല ടൈപ്പ് ഫിഷ് താലി കിട്ടും. അതായത് ചെറിയ മീനുള്ളതും വലിയ മീനുള്ളതും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ്, നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ നോക്കി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. ചിലതിൽ അയില മീലാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും, കിങ് ഫിഷിന് കൂടുതലായിരിക്കും, അങ്ങനെ. അപ്പം ഞങ്ങൾ ഇവരോട് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞത് ഇവിടെ ഒറ്റ ഒരു എണ്ണേ ഉള്ളൂ, കിങ് ഫിഷിൻ്റേത് മാത്രമേ ഉള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി, എന്തായാലും നമ്മൾ ഇരുന്ന് പോയി എന്നാൽ പിന്നെ അത് തന്നെ എടുത്തോളാം ഞങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ കാണാം ഞങ്ങളുടെ സൈഡ് ടേബിളിലാണെങ്കിൽ വേറെ ആൾക്കാർ വേറെ അയലയുടെ അങ്ങനെ ഏതോ ചെറിയൊരു താലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവർ ടൂറിസ്റ്റ് ആണെന്ന് കാണുമ്പോഴത്തേക്കും അവർ കള്ളം പറഞ്ഞിട്ട് ഓർഡർ ചെയ്യിപ്പിക്കുന്നത് എനിക്കത്ര ശരിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിന് 1 സ്റ്റാർ മാത്രമേ കൊടുക്കത്തുള്ളൂ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ മീൻ വറുത്തതൊക്കെ ആയിരുന്നെങ്കിൽ വെറും ഉടായിപ്പായിരുന്നു. അവർ കൂടുതൽ റവയുടെ ആ ഒരു കോട്ടിങ് വെച്ചിട്ടായിരുന്നു അവർ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് എനിക്ക് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു 6 മാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാതിരിക്കാം, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നത് അത്ര നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയം 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ലഞ്ച് കഴിച്ച ശേഷം ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് പോകണം എന്നാണ് കരുതിയത്. പക്ഷെ അത് തപ്പി കണ്ടുപിടിക്കാൻ കുറേ കിടന്ന് കറങ്ങി. പിന്നെ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ ആകെ ക്ഷീണിച്ച് തിരിച്ച് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വൈകിട്ടാണ് ഇറങ്ങിയത് ബാഗ ബീച്ചിലേക്ക്. ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. കേൾക്കുമ്പോൾ ഇതിൽ എന്താ ഇത്ര സംഭവം എന്ന് തോന്നുമായിരിക്കും, എന്നാലും എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഷോർട്സ് ധരിക്കുന്നത്. ഇതിനു മുമ്പും പലതവണ ധരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും ഒരു പേടി, ഒരു സംശയം, എനിക്കിത് ചേരുമോ, ആൾക്കാർ അനാവശ്യമായിട്ട് നോക്കുമോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് ശരിയായില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ്. കംഫർട്ട് ഇല്ലാത്ത ഒരു ഡ്രസ്സും എനിക്ക് ഇടാൻ പറ്റില്ല.
പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർ കംഫർട്ടബിൾ അല്ലെങ്കിലും എല്ലാവരും ഇടുന്നതല്ലേ ട്രെൻഡല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കംഫർട്ട് അല്ലാതെയും കോൺഫിഡൻസ് ഇല്ലാതെയും ഓരോ ഔട്ട്ഫിറ്റ് ഇടാറുണ്ട്. എനിക്കെന്തോ അത് പറ്റാറില്ല, അതുകൊണ്ട് ഇതൊന്നും ഇടാത്തത്. പക്ഷേ ഈ ഗോവ ട്രിപ്പിൽ ഇവിടെ നിന്നോ ഒരു ചെറിയ ധൈര്യം മനസ്സിലേക്ക് വന്നു. പ്രധാനമായിട്ടും എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇതൊക്കെ സാധാരണയാണല്ലോ, അതും പിന്നെ രണ്ടാമത്തെ കാര്യം നോ പറയാനായിട്ട് ആരുമില്ല. എൻ്റെ ലൈഫിൻ്റെ കൺട്രോൾ എനിക്കാണ്. ഇടാം ഇടാതിരിക്കാം. നേരത്തെ പലരും ഇത് ഇടരുത് അത് ചെയ്യരുത്, നീ കറുത്തിട്ടാണ്, കറുത്ത ഡ്രസ്സ് ഇടരുത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് തല പെരുപ്പിക്കുമായിരുന്നു. ഇപ്പം എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കാറില്ല. അങ്ങനെ എൻ്റെ കംഫർട്ട് സോണിൽ നിന്നും ഞാനൊരു ചെറിയ സ്റ്റെപ്പ് പുറത്തോട്ട് വെച്ചു. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇട്ടതെങ്കിലും ഞാൻ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണ്, എല്ലാത്തിലും ഉപരി കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുപോലെ കംഫർട്ട് തരുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക, കോൺഫിഡൻസ് നൽകുന്നത് ധരിക്കുക. അപ്പോൾ ഇതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി. ബീച്ചിൽ നിന്നും ഇറങ്ങി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഡിന്നർ ഇന്ന് അച്ചുവിനൊരു സർപ്രൈസാണ്. നാടൻ കേരള രുചി. അച്ചുവിന് നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പൊറോട്ട ഇറച്ചിയൊക്കെ. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച ഗോവയിലെ ഒരു കേരള റെസ്റ്റോറൻ്റാണ് ഗൺ പൗഡർ. ഇതാണ് അതിൻ്റെ പേര്. നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ വെളിയിൽ നിന്ന് കണ്ടാൽ ഒരു കാട് പോലെ തോന്നിക്കും. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഭയങ്കര വലിയ മരങ്ങളും നിറച്ചും ചെടികളൊക്കെയുള്ള നല്ല അടിപൊളിയൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ആണെങ്കിൽ കൃഷ്ണകിരീടത്തിൻ്റെ കുറേ പൂവും അതിൻ്റെ ആ ചെടികൾ നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നാട്ടിലേ കണ്ടിട്ടുള്ളൂ. പണ്ട് അത്തമൊക്കെ ഇടുമ്പോഴാണെങ്കിൽ പ്രധാനമായിട്ടും ഇരയാവുന്ന ഒരു പൂവായിരുന്നു ഈ പാവം കൃഷ്ണകിരീടം. ഇതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉൾഭാഗം. അപ്പം നല്ല രസമുണ്ടാകും. പുറവും കാണാൻ നല്ല രസമുണ്ട്. എല്ലായിടത്തും ഇവർ നല്ല വാം ലൈറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ആകെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ മൂഡാണ് വരുന്നത്. അവർ ടേബിളിലാണെങ്കിൽ ഒരു ക്യാൻഡിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതും നമ്മുടെ കേരള ഫുഡിൻ്റെ കൂടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൺ പൗഡറിലേക്ക് പോകുന്നുള്ളൂ. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡേ ടൈമിലാണ് വരുന്നത്. നിറച്ചും മരങ്ങളും ചെടികളും ഒക്കെയാണ്. മൊത്തത്തിലൊരു പച്ചപ്പാണ്. ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പം, പിന്നെ വാഴയിലയിൽ മീൻ പൊള്ളിച്ചത്, കിങ് ഫിഷാണ്. നല്ല മസാലയൊക്കെ ഇട്ട് വാഴയിലയിൽ അങ്ങനെ പൊള്ളിച്ചെടുത്തതാണ്. പിന്നെ ഇടുക്കി പോർക്കറിയാണ് ഇത്. പിന്നെ നമ്മുടെ സ്വന്തം പറോട്ട, ഞങ്ങൾ പത്തിരി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ പോർക്ക് അങ്ങനെ അധികം നല്ല കഴിക്കാറില്ല. അച്ചുവിന് ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഞാനും കുറച്ച് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഇവരുടെ മീൻ വാഴയിലയിൽ പൊള്ളിച്ചതുണ്ടല്ലോ, എനിക്ക് അതത്ര ഇഷ്ടമായില്ല. കാരണം വല്ലാത്തൊരു മധുരമായിരുന്നു. തക്കാളി ഇട്ടത് കൂടിപ്പോയതാണോ അതോ ടൊമാറ്റോ സോസ് ഇട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല. അതിന് ഭയങ്കര ഒരു മധുരമായിരുന്നു. എനിക്ക് പറ്റാത്ത ഒരു തരം രുചിയാണ്. എനിക്ക് നല്ല നാടൻ സ്പൈസി മസാലയാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ പറോട്ട നല്ലതായിരുന്നു. അപ്പോൾ ആണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പം നമുക്ക് റേറ്റിംഗ് കൊടുത്താലോ? അപ്പോൾ ഇടുക്കി പോർക്കറിക്ക് ഞാൻ കൊടുക്കുന്നത് 9.5 മാർക്കാണ്. നല്ല
അടിപൊളി നാടൻ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പറോട്ടയ്ക്ക് ഞാൻ 9 മാർക്ക് കൊടുക്കും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, 10 കൊടുത്തിരിക്കുന്നു. പിന്നെ മീൻ പൊള്ളിച്ചതിന് ഞാൻ 6 മാർക്കേ കൊടുക്കുന്നുള്ളൂ. സോറി, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം മധുരമായിരുന്നു, ഭയങ്കര മധുരം. എനിക്ക് ആ മധുരം അങ്ങോട്ട് തീരെ പിടിക്കത്തില്ല. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ശരിക്കുള്ള ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഡേ ടൈമിൽ തന്നെ വരണം. കാരണം ആ ഒരു പച്ചപ്പൊക്കെ നല്ല ഭംഗിയായിരിക്കും. വലിയ മരങ്ങളും ചുറ്റും ചെടികളും. ഇവിടെ ശരിക്കും ഇരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ്, നല്ല രസമാണ്. ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് തന്നെ പറയണം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഇവിടുത്തെ ഷെഫ് ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തും വന്ന്, ആളാണെങ്കിൽ മലയാളിയാണ്, ആലപ്പുഴക്കാരനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളാണ് പറഞ്ഞത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ അവർ നമ്മുടെ കേരളത്തിലെ ഞങ്ങളുടെ സ്വന്തം കൊല്ലം ജില്ലക്കാരാണ് ഇവിടുത്തെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. കുറേ നാളിന് ശേഷം ഞങ്ങൾ പറോട്ട കഴിച്ചു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ പോവുകയാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ഗോവയിൽ വന്നിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കും. നല്ല ഒരു ഓർമ്മയാണ് ഇത്. ഇങ്ങനെ ഒരു ഹട്ട് മാതിരി എന്തോ ഒരു സംഭവം ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഹായ്, എന്താ രസം. നിങ്ങൾ രാത്രിയിൽ വരുന്നതുകൊണ്ട് ഇവിടെ ഒരു കുന്തോ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമുക്ക് പോവാം. ഗോവയിൽ ഞങ്ങൾക്ക് കേരള രുചി സമ്മാനിച്ച ഈ ഒരു റെസ്റ്റോറൻറ്റിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. അപ്പം നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കൂ. അങ്ങനെ പോകുന്ന വഴിയിൽ അച്ചുവിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ്, എന്താണ് ഷോപ്പിംഗ് എന്ന് കണ്ടോളൂ. ഇവിടുത്തെ കളക്ഷൻ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഗോവയിൽ വിലക്കുറവുള്ള ഒരേ ഒരു സാധനം ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിലക്കുറവെന്ന് വെച്ചാൽ ബാക്കി സ്റ്റേറ്റിനെ അപേക്ഷിച്ച് വില കുറവാണ്. അപ്പം ഗോവയിൽ വന്നിട്ട് ഇതും കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. പുകവലിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ശരീരത്തിന് ഹാനികരമാണെന്ന് ഓർക്കണം. എന്നാലും ഞാൻ വെറുതെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗോവയിലാണെങ്കിൽ ഇവരുടേതായ ചില ഐറ്റംസും ഉണ്ട്. ഈ ഫെനി എന്നൊക്കെ പറയുന്നത്, പിന്നെ പീപ്പിൾസ് എന്ന് പറയുന്ന ബിയർ, അതൊക്കെ ഇവിടെ മാത്രം കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫെനി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. അച്ചു എന്തൊക്കെയോ നോക്കുകയാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രീസർ കഴിക്കുന്നവരാണെങ്കിൽ ബ്രീസറിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞാനിത് കുടിക്കാത്തവർ ഇത് കുടിക്കണം എന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ. ഇത് കഴിക്കുന്നവർ കാണുമല്ലോ, ഈ വൈനും ബ്രീസറും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇവിടെ നല്ല ക്വാളിറ്റിയുടെ കിട്ടും എന്നാണ് ഉദ്ദേശിച്ചത്. ദയവ് ചെയ്ത് ആരും പുകവലിക്ക് ഇതുപോലെ കുടിയൊന്നും ചെയ്യരുത്. ശരീരത്തിന് ഹാനികരമാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
നല്ല നിലാവുള്ള രാത്രി, നിലാവുള്ള രാത്രിയിൽ നീ എന്നെ ഓർത്തിരിക്കാണോ? ആണോ ആണോ? കുണുങ്ങി നടക്കും. പോയി ഫ്രഷായി എത്തിയപ്പോൾ ഒരു 10 മണിയായിരുന്നു. പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങളുടെ ടി വി ടൈമാണ്. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നു. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു പാവം ലേസി സ്ലോ ഗോവൻ വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.